എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആമേൻ. 6 ദിവസം നമുക്ക് വേല ചെയ്യാനും പോകാനും ഒക്കെ സമയമുണ്ട്. പക്ഷേ 7ാമത്തെ ദിവസം അത് ദൈവത്തെ ആരാധിക്കാൻ. ഇത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ദൈവസന്നിധിയിൽ ആരാധിച്ച് വേണം തുടങ്ങാൻ. അതിൻ്റെ പേരിൽ ഒരു നഷ്ടം സഹിച്ചാൽ സ്വർഗം അതിന് ഉത്തരവാദിയാണ്. കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് ഇത് ഓർക്കും. ആമേൻ. മൊർദെഖായി ആമേൻ രാജാവിന്, അഹശ്വേരോശ് രാജാവിന് വലിയ നന്മയെ ചെയ്തത്. തൻ്റെ ജീവനെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരു പ്രതിഫലവും കിട്ടിയില്ല. എന്ന് വെച്ച് മൊർദെഖായി എനിക്ക് ഇത്ര വലിയ നന്മ ചെയ്തിട്ട് രാജാവ് ഒരു പ്രതിഫലവും തന്നില്ല, അതുകൊണ്ട് രാജിവെച്ചിട്ട് വീട്ടിൽ പോകാമെന്നൊന്നും മൊർദെഖായി ചിന്തിച്ചില്ല. തന്നെ ഏൽപ്പിച്ച വേല സെക്യൂരിറ്റിയുടെ പണി വളരെ വിശ്വസ്തയോടെ താൻ ചെയ്യുവാനിടയായി. പക്ഷെ ഓർക്കുവാൻ ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കയറി തൊട്ടു. രാജാവ് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ അന്ന് രാത്രി തൻ്റെ ദിനവൃത്താന്ത പുസ്തകം തുറന്നപ്പോൾ മൊർദെഖായി ചെയ്ത നന്മയുടെ പേജ ഓപ്പണായി വന്നത്. തക്ക സമയത്ത് തുറന്നു. ആമേൻ. താമസിച്ചുമില്ല, നേരത്തെ തുറന്നില്ല. അതിൻ്റെ കാര്യം എന്താ? നേരത്തെ ഒരുപക്ഷെ ഇത് കണ്ടിരുന്നെങ്കിൽ ഒരു പണക്കിഴി കൊണ്ട് മൊർദെഖായിയുടെ പ്രതിഫലം ഒതുങ്ങിപ്പോയേനെ.